അടുത്ത മാസം 16-ന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് ഭാരതീയ കിസാൻ യൂണിയൻ. സംയുക്ത കിസാൻ മോർച്ചയുടെ പിന്തുണ ബന്ദിനുണ്ടെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റൊരു സമരത്തിലേക്ക് പോവുകയാണ് കർഷക സംഘടനകൾ എന്നതിന്റെ സൂചനയാണോ ഇത്? അനുജ, തീർച്ചയായും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാരിനെയും BJPയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമാണ് കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 16-ന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭാരതീയ കിസാൻ യൂണിയൻ. ഭാരതീയ കിസാൻ യൂണിയൻ അധ്യക്ഷൻ രാകേഷ് ടിക്കായത്താണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ടിക്കായത്തിന്റെ സംഘടനയ്ക്ക് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ശക്തി കേന്ദ്രം എങ്കിൽ രാജ്യത്തെ മുഴുവൻ കർഷക സംഘടനകളുടെയും ഐക്യമായ സംയുക്ത കിസാൻ മോർച്ചയുടെ പൂർണ്ണ പിന്തുണയും ഈ ഭാരത് ബന്ദിനുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ തൊഴിലാളികൾ, ഇതുകൂടാതെ വ്യവസായികൾ, മറ്റ് ചരക്ക് നീക്കം നടത്തുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഡൽഹി അതിർത്തികളിലെ കർഷക പ്രക്ഷോഭം നിർത്തുമ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനമാണ് മിനിമം താങ്ങുവില സംബന്ധിച്ചുള്ള നിയമം നടപ്പാക്കുമെന്ന്. അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ കിസാൻ യൂണിയൻ ഫെബ്രുവരി 16-ന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് അടുത്ത മാസം 16-ന് ഭാരത് ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്.